നയതന്ത്ര ലോകത്തെയും ആഭ്യന്തര രാഷ്ട്രീയത്തെയും ഒരുപോലെ പിടിച്ചുകുലുക്കിയ സംഭവ വികാസങ്ങളാണ് അടുത്തിടെ നടന്ന റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഈ സന്ദർശനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് രാഷ്ട്രീയപരമായ ക്ഷീണമുണ്ടാക്കുമെന്ന വിലയിരുത്തലാണ് ഈ യാത്ര അലങ്കോലമാകാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നു എന്ന് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ട് പ്രധാന സംഭവങ്ങളാണ് ഇതിലൂടെ സംശയത്തിന് നിഴലായത്. പുടിൻ ഇന്ത്യയിൽ എത്തുന്നതിന്റെ തലേന്നാണ് രാജ്യത്തെ പ്രമുഖ ദിനപത്രമായ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു അസാധാരണ ലേഖനം പ്രസിദ്ധീകരിച്ചത്. ലോകത്തിന് വേണ്ടത് സമാധാനം. റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനത്തിന് തടസ്സം നിൽക്കുന്നത് പുടിൻ എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ലേഖനം എഴുതിയത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന 3 വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥരായിരുന്നു എന്നാണ് സംഭവത്തെ ഗുരുതരമാക്കുന്നത്. ഇന്ത്യയുമായി ശക്തമായ ബന്ധം നിലനിർത്തുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികൾ ആതിഥേയ രാജ്യത്തിന്റെ അതിഥിയായി എത്തുന്ന രാഷ്ട്രത്തലവനെ പരസ്യമായി വിമർശിക്കുന്നത് അന്താരാഷ്ട്ര നയതന്ത്ര മര്യാദകളുടെ കടുത്ത ലംഘനമായാണ് വിലയിരുത്തപ്പെട്ടത്. ഇന്ത്യയുടെ മണ്ണിലിരുന്ന് ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായ രാജ്യത്തിന്റെ തലവനെ അപമാനിക്കാൻ ശ്രമിച്ചത് നയതന്ത്ര ലോകത്ത് അസാധാരണ സംഭവമാണ്. വിഷയം അതീവ ഗൗരവമായി കണ്ട കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഈ 3 അംബാസഡർമാരെയും ഉടൻ വിളിച്ചു വരുത്തി ശക്തമായ താക്കീത് നൽകി. ഇത് ഗുരുതരമായ പിഴവാണെന്നും ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്നും ഇന്ത്യ കർശനമായി നിർദ്ദേശം നൽകി. പുടിൻ ഇന്ത്യ സന്ദർശനം നടത്തിയ ദിവസങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ 100 കണക്കിന് വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കപ്പെട്ടതാണ് രണ്ടാമത്തെ ഗുരുതരമായ സംഭവം. രാജ്യത്തെ പ്രധാന എയർപോർട്ടുകളിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് യാത്രക്കാർ ദുരിതത്തിലായി. ആദ്യം പൈലറ്റുമാർക്ക് മതിയായ വിശ്രമം ലഭിക്കാത്തതിനാലാണ് സർവീസുകൾ മുടങ്ങിയതെന്ന നിഷ്കളങ്കമായ വാർത്തയാണ് പ്രചരിച്ചതെങ്കിലും പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. പൈലറ്റുമാർക്ക് കൂടുതൽ വിശ്രമം അനുവദിക്കാനുള്ള പുതിയ കരാർ കേന്ദ്ര സർക്കാർ വിമാന കമ്പനികളുമായി നവംബർ 1 ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ഈ കരാർ നടപ്പാക്കാൻ വിസമ്മതിച്ചതോടെ ഇൻഡിഗോ മാനേജ്മെന്റ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വിമാനങ്ങൾ പറത്തേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഈ കരാർ നടപ്പാക്കാൻ വിസമ്മതിച്ച ഇൻഡിഗോ മാനേജ്മെന്റ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വിമാനങ്ങൾ പറത്തേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പുടിന്റെ സന്ദർശന ദിവസങ്ങൾ ലക്ഷ്യമിട്ട് ഇൻഡിഗോയുടെ 1000-ലേറെ സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടത്. ഇൻഡിഗോ വിമാന കമ്പനിയുടെ CEO ആയ പീറ്റർ എൽബോള എന്ന ഈ ഡച്ച് പൗരനാണ് ഉത്തരവിറക്കിയത് എന്ന വാർത്തയും ഗൂഢാലോചന സംശയശക്തമാക്കുന്നു. വിമാന സർവീസുകൾ മുടക്കിയതിനെ തുടർന്ന് എയർപോർട്ടുകളിൽ കുടുങ്ങിയ യാത്രക്കാർ അനുഭവിച്ച ദുരിതത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കപ്പെട്ടു. ജോർജ് സൊറോസിന്റെയും മറ്റ് അമേരിക്കൻ ഏജൻസികളുടെയും ഇന്ത്യയിലെ പ്രവർത്തകർ ഇത് വലിയ തോതിൽ ഏറ്റെടുത്തു. ലക്ഷക്കണക്കിന് പോസ്റ്റുകളാണ് പങ്കുവയ്ക്കപ്പെട്ടത്. ഇന്ത്യയുടെ വ്യോമയാന രംഗത്ത് കുത്തഴിഞ്ഞ നിലയിലാണ് എന്ന ആഗോളതലത്തിലുള്ള പ്രചാരണത്തിന് ഇത് വഴിയൊരുക്കി. എയർപോർട്ടിനകത്ത് യാത്രക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോകൾ വ്യാപകമായി പ്രചരിച്ചു. വിമാന സർവീസ് മുടക്കിയതിന്റെ പേരിൽ യാത്രക്കാർ പ്രതിഷേധിച്ചതിനാൽ നടപടിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന സാഹചര്യത്തെ മുതലെടുത്ത് ചില പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിക്കുകയായിരുന്നു എന്നും ആരോപണമുണ്ട്. നേപ്പാളിലും ബംഗ്ലാദേശിലും നടന്നതുപോലെയുള്ള ഒരു ജൻസി കലാപം ഇന്ത്യയിൽ സൃഷ്ടിക്കുക എന്ന ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ടയുടെ ഭാഗമായുള്ള റിഹേഴ്സലുകളാണ് ഈ പ്രതിഷേധങ്ങളൊന്നും വിലയിരുത്തുന്നവരുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനം ഉൾപ്പെടെ ഈ അജണ്ടകൾക്കനുസരിച്ചുള്ള കരുനീക്കലുകളാണ് എന്ന് ആരോപണമുണ്ട്. 2020 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് ഡൽഹിയിൽ നടന്ന കലാപത്തിൽ 53 പേർ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കമായിരുന്നു ഇതെന്ന് ഈയിടെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ പുടിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് നടന്ന സംഭവങ്ങൾ കേവലം യാദൃശ്ചികമല്ലെന്ന സംശയം ശക്തമാണ്. ഈ വിഷയങ്ങളെല്ലാം ഗൗരവമായി എടുത്ത കേന്ദ്ര സർക്കാർ ഇൻഡിഗോ മാനേജ്മെന്റിനോട് 2 ദിവസത്തിനകം വിമാന സർവീസുകൾ പൂർണ്ണമായും സ്ഥാപിക്കണമെന്നും വീഴ്ചകൾ എവിടെയാണ് സംഭവിച്ചത് എന്നതിന് വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഡിഗോ CEOയുടെ നടപടിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും കേന്ദ്രം പരിശോധിച്ച് വരികയാണ്. സംഘടിത ശക്തി കൊണ്ട് സർക്കാരിനെ വിലപേശി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണം എന്ന അഭിപ്രായമാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്നത്. രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള വിദേശ ശക്തികളുടെയും ആഭ്യന്തര പിന്തുണകളുടെയും ഏജൻസികളുടെയും നീക്കത്തിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ.